ബജറ്റ് ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർ ഇറങ്ങിപ്പോന്നത് മാധ്യമപ്രചരണത്തിനെന്ന് LDF. എല്ലാത്തരം AC-കൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽക്കടവ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ബഡ്ജറ്റ് ചർച്ചയിൽ നിന്ന് ഒരു കോൺഗ്രസ് കൗൺസിലർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത് മാധ്യമ പ്രചരണത്തിന് വേണ്ടിയാണെന്നും നിരുത്തരവാദിത്തമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയും വൈസ് ചെയർമാൻ VS ദിനലും LDF കക്ഷി നേതാവ് KR ജൈത്രനും ആരോപിച്ചു. ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാതെ ഒളിച്ചോടിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്നതും നാടിന്റെ വികസനത്തെ സംബന്ധിച്ചും ഒട്ടേറെ നിർദ്ദേശങ്ങളുള്ള ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു കൗൺസിലർക്ക് ബാധ്യതയുണ്ട്. നഗരസഭയെ അപകീർത്തിപ്പെടുത്താൻ മാധ്യമപ്രവർത്തകരെ കൗൺസിൽ ഹാളിൽ കടക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ശുദ്ധ നുണയാണ്. അവർക്ക് റിപ്പോർട്ടിങ്ങിനായി വരുന്നതിന് ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഒരു മാധ്യമപ്രവർത്തകൻ കൗൺസിൽ ഹാളിൽ വന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ കൗൺസിൽ യോഗത്തിലും അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ സമരങ്ങൾ നഗരസഭാ കോമ്പൗണ്ടിനെ പുറത്തു നടത്തുന്നതിന് നഗരസഭാ കൗൺസിലിൽ വിലക്കേർപ്പെടുത്തി എന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാ കോമ്പൗണ്ടിനകത്ത് മാത്രമല്ല ഒരു സർക്കാർ ഓഫീസിലും കോമ്പൗണ്ടിനകത്ത് സമരം അനുവദിക്കാറില്ല. പുറത്ത് സമരം ചെയ്യുന്നത് നഗരസഭ വിലക്കിയിട്ടില്ലെന്നും KR ജൈത്രൻ പറഞ്ഞു. ഇവിടെ മാധ്യമ പ്രവർത്തകരെ കൗൺസിലിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്നില്ല. തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് നഗരസഭയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ എന്നും മാന്യമായി പെരുമാറുകയും എല്ലാ അവസരത്തിലും അവർ വിളിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് നഗരസഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാ കൗൺസിലും പങ്കെടുക്കാനുള്ള അവകാശം ഈ നഗരസഭ കൊടുക്കുന്നുണ്ട്. അവർക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ അവരെത്താറുമുണ്ട്. ഇന്നും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരിൻ്റെ പ്രതിനിധി ഈ കൗൺസിലിൻ്റെ അകത്തേക്ക് വരികയും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നഗരസഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ആരോപണമാണ് ഈ കോൺഗ്രസ്സുകാരൻ ഉന്നയിച്ചിട്ടുള്ളത്. തികച്ചും ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിച്ചത്. ഇവിടെ പ്രതിപക്ഷത്തെ ബാക്കിയുള്ള കൗൺസിലർമാർ ഉൾപ്പെടെ 43 പേരും വൈകിട്ട് 5:30 വരെ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടുള്ള ചർച്ചകളാണ്. ഈ കോൺഗ്രസ്സുകാരൻ എന്താ ചെയ്ത് കാലത്ത് വന്ന് ഒപ്പിട്ട് അതിൻ്റെ അലവൻസ് ഉൾപ്പെടെ മേടിച്ച് സിറ്റിംഗ് ഫീസ് ഉൾപ്പെടെ മേടിക്കുകയും തുടർന്ന് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ഇരിക്കാതെ അതിലൊന്നും ഒരു ഉത്തരവാദിത്തം കാണിക്കാതെ ഇറങ്ങിപ്പോയി ചെയ്തു. യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരൻ്റെ ഈ നിലപാടിനോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു. ഉത്തരവാദിത്തം കാണിക്കേണ്ടതിന് പകരം ചർച്ചയിൽ പങ്കെടുത്ത് ബജറ്റിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും പകരം അതിൽ പങ്കെടുക്കാതെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ നടത്തി എണീറ്റ് പോയ ഈ കോൺഗ്രസ്സുകാരൻ്റെ നിലപാടിനോട് ഞങ്ങൾ ശക്തമായി